ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCRT പാഠഭാഗങ്ങളിലെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഉത്തരം ചിക്കമംഗ്ലൂരു. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം ഏതാണ്? ചിക്കമംഗ്ലൂരു. അടുത്ത ചോദ്യം, ബാബാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ബാബാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം കർണാടക. ബാബാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. അടുത്ത ചോദ്യം, റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. അടുത്ത ചോദ്യം, റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം. ഉത്തരം മരുഭൂമി. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം മരുഭൂമി. അടുത്ത ചോദ്യം, റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. അടുത്ത ചോദ്യം, എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം വയനാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ. ഉത്തരം ഹരിഹരൻ ബുക്കൻ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ആരായിരുന്നു? ഹരിഹരനും ബുക്കനും. അടുത്ത ചോദ്യം, അക്ബർ സ്ഥാപിച്ച മതം. അക്ബർ സ്ഥാപിച്ച മതം. ഉത്തരം ദിൻ ഇലാഹി. അക്ബർ സ്ഥാപിച്ച മതം ഏതാണ്? ദിൻ ഇലാഹി. അടുത്ത ചോദ്യം, ദിൻ ഇലാഹി എന്ന വാക്കിനർത്ഥം. ദിൻ ഇലാഹി എന്ന വാക്കിനർത്ഥം. ഉത്തരം എല്ലാവർക്കും സമാധാനം. ദിൻ ഇലാഹി എന്ന വാക്കിനർത്ഥം എല്ലാവർക്കും സമാധാനം. അടുത്ത ചോദ്യം, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. അടുത്ത ചോദ്യം, ലോക സമുദ്ര ദിനം. ലോക സമുദ്ര ദിനം. ഉത്തരം ജൂൺ 8. ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ 8. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വയോജന ദിനം. അന്താരാഷ്ട്ര വയോജന ദിനം. ഉത്തരം ഒക്ടോബർ 1. അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് ഒക്ടോബർ 1. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനം. ഉത്തരം മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അടുത്ത ചോദ്യം, ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം. ഉത്തരം ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23. അടുത്ത ചോദ്യം, ഏലക്കയുടെ ജന്മദേശം. ഏലക്കയുടെ ജന്മദേശം. ഉത്തരം ഇന്തോനേഷ്യ. ഏലക്കയുടെ ജന്മദേശം ഏതാണ്? ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, പേരക്കയുടെ ജന്മദേശം. പേരക്കയുടെ ജന്മദേശം. ഉത്തരം മെക്സിക്കോ. പേരക്കയുടെ ജന്മദേശം ഏതാണ്? മെക്സിക്കോ. അടുത്ത ചോദ്യം, കശുവണ്ടിയുടെ ജന്മദേശം. കശുവണ്ടിയുടെ ജന്മദേശം. ഉത്തരം ബ്രസീൽ. കശുവണ്ടിയുടെ ജന്മദേശം ഏതാണ്? ബ്രസീൽ. അടുത്ത ചോദ്യം, പപ്പായയുടെ ജന്മദേശം. പപ്പായയുടെ ജന്മദേശം. ഉത്തരം അമേരിക്ക. പപ്പായയുടെ ജന്മദേശം ഏതാണ്? അമേരിക്ക. അടുത്ത ചോദ്യം, ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഡൽഹി. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹി. അടുത്ത ചോദ്യം, ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ഉത്തരം ഷാജഹാൻ. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാൻ. അടുത്ത ചോദ്യം, മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. ഉത്തരം ബാബർ. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരായിരുന്നു? ബാബർ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഉത്തരം 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നായിരുന്നു 2023. അടുത്ത ചോദ്യം, നാണയത്തെക്കുറിച്ചുള്ള പഠനം. നാണയത്തെക്കുറിച്ചുള്ള പഠനം. ഉത്തരം ന്യൂമിസ്മാറ്റിക്സ്. നാണയത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ്. അടുത്ത ചോദ്യം, മനുഷ്യനാദ്യം ഉപയോഗിച്ച ലോഹം. മനുഷ്യനാദ്യം ഉപയോഗിച്ച ലോഹം. ഉത്തരം ചെമ്പ്. മനുഷ്യനാദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പ്. അടുത്ത ചോദ്യം, മനുഷ്യനാദ്യം ഇണക്കി വളർത്തിയ മൃഗം. മനുഷ്യനാദ്യം ഇണക്കി വളർത്തിയ മൃഗം. ഉത്തരം നായ. മനുഷ്യനാദ്യം ഇണക്കി വളർത്തിയ മൃഗം ഏതാണ്? നായ. അപ്പോൾ ഫ്രണ്ട്സ്,
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.